അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അത് തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒരു 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ 1-2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇനി ഇതിന്റെ വെള്ളം മുഴുവനും മാറ്റിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇപ്പൊ വെള്ളമൊക്കെ മാറ്റിയ കടലപ്പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുതിർത്തെടുത്ത കടലപ്പരിപ്പ് ആയതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുതിർക്കാതെ എടുത്ത കടലപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസിന്റെ അളവിൽ തന്നെ എല്ലാം അളന്നിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്താൽ മതി. നമ്മൾ കുതിർത്തെടുത്ത കടലപ്പരിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുതിർക്കാതെ എടുത്ത കടലപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 5 വിസിലെങ്കിലും കേൾപ്പിക്കുക, എന്നാൽ മാത്രമേ വെന്ത് കിട്ടുള്ളൂ. ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി. ഇപ്പൊ ഇതിന്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂടി വെച്ച് ഒരു വിസിലും കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. നല്ല ചൂടാണ്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പയിലിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ഇതിന്റെ വെള്ളമൊക്കെ മാറി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. കടലപ്പരിപ്പിന്റെ ചൂട് മാറാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസിന്റെ അളവിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. എല്ലാം ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നിട്ടെടുക്കുക. അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം പകുതി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ച് മാവ് സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ലെണ്ണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി, എണ്ണയ്ക്ക് പകരം നെയ്യ് എടുത്താലും മതി. ഇപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുക. കുഴച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ലൂസായിട്ട് വേണം ഈ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഇനി കുറച്ച് സമയം ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. നെയ്യാകുമ്പോൾ 1 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ കടലപ്പരിപ്പിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം മുഴുവനും മാറി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊടിച്ച ശർക്കര വേണമെന്നുണ്ടെങ്കിലും 1 കപ്പ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 ഏലക്കയുടെ അതിൻ്റെ തൊണ്ട് മാറ്റിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തരികളില്ലാതെ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചിട്ടെടുക്കുക. അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കടലപ്പരിപ്പ് ഊറ്റി വെച്ച വെള്ളം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത കടലപ്പരിപ്പ് ഒരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പാനിലേക്ക് കടലപ്പരിപ്പ് അരച്ചെടുത്തത് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത്
പാനിൽ നിന്ന് വിട്ട് വരും. പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ പാനിൽ നിന്ന് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു പരുവാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ഇതാ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് 1/2 കപ്പ് കടലപ്പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതാ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പൊട്ടും കട്ടകളൊന്നുമില്ല, ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ മിക്സിൽ അത് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത ജാറ് കഴുകി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം ഇതിൻ്റെ ചൂട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മിക്സ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു നാരങ്ങ വലിപ്പത്തിൽ ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫില്ലിങ് നമ്മൾ കടലപ്പരിപ്പിൻ്റെ മിക്സ് എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു വലുപ്പത്തിൽ വേണം മാവും എടുക്കാൻ വേണ്ടിയിട്ട്. മാവ് നല്ല അതാ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു നാരങ്ങ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. മാവ് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റാണ്, നല്ലോണം ഇതാ പരന്ന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉരുട്ടിയെടുത്ത ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ്ങിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ബാക്കിയുള്ള മാവ് നമുക്ക് മാറ്റാം. വീണ്ടും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വാഴയില എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഞാൻ നല്ലെണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്തത് ഈ ഷീറ്റിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു തട്ട് വെച്ചിട്ടോ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവിരിക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരുപാട് കനം ആവാൻ പാടില്ല, ചെറിയൊരു കനത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമുക്ക് പരത്തിയെടുത്ത മാവ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ പുറമൊക്കെ ഡ്രൈ ആയി ഇതുപോലെ കുമിളകൾ വരുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്യാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. കണ്ടില്ലേ, നല്ലോണം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നല്ലോണം കുക്കായി. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ, ആ ബാറ്റർ ഒന്നുകൂടി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്യാം. ഒരു വശം ഡ്രൈ ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുകളിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്യാം. ഇതുപോലെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്യാം. രണ്ട് വശവും ഇതാ കുക്കായിട്ടുണ്ട്. മാവ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ബോളിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് കുറച്ച് സമയം മാവ് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത ബോളിയാണ്. കണ്ടില്ലേ, നമ്മളെ ബോളി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുത്ത ബോളിയാണ്. സാധാരണ ബോളി പോലെ തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കണ്ടല്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ബോളി കഴിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്